സദ്ഗുരുഭ്യോ നമഃ. ഏവർക്കും സ്വാഗതം. ഇന്നലെ അവലോകനം ചെയ്തതിൻ്റെ ബാക്കി ഭാഗം പാരായണം ചെയ്ത് വീണ്ടും അവലോകനത്തിലേക്ക് കടക്കാം. നൈമിഷവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കലമ്മ മുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാൻ. സൽഗതി വരുവാനും ഹേതുവാമതു തന്നെ ആയിരത്താണ്ടുകൂടി കഴിഞ്ഞുകൂടുന്നതങ്ങ് ആരാലും ഉപദ്രവം കൂടാതെ ചെല്ലും കാലം ചെന്നിതോ. വേദവ്യാസ ശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി മുനികളും. പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു, ധന്യന്മാരെന്നു വന്നു ഞങ്ങളും. അതിനാലേ ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായ ഭവാനൊക്കവേ പാഠമല്ലോ. വേദാന്ത പൊരുളറിഞ്ഞിടിന മുനികളോ വേദാന്ത വിത്താം. വേദവ്യാസനും മുന്നം സാദരം അരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹവും. നൈമിഷാരണ്യത്തില് ശൗനകൻ മുഖ്യ ആളായിക്കൊണ്ട് 88,000 ഋഷീശ്വരന്മാർ, അതിൽ പ്രധാനി ശൗനകൻ. അങ്ങനെ ആ ശൗനകന്റെ നേതൃത്വത്തിൽ 88,000 ഋഷീശ്വരന്മാര് 1000 കൊല്ലം കൊണ്ടൊടുങ്ങുന്ന ഒരു യാഗത്തിനു ദീക്ഷ വരിച്ചവരാണ്. കലിയുഗത്തിന്റെ ആരംഭമായി എന്നറിഞ്ഞുകൊണ്ട് കലിയുഗത്തിന്റെ പ്രഭാവം നമ്മളിൽ ബാധിക്കാതിരിക്കാനായിട്ട് 1000 വർഷം കൊണ്ടൊടുങ്ങുന്ന ഒരു യാഗം നൈമിഷാരണ്യത്തിൽ. അവിടെയാണ് ഉഗ്രസ്രവസ് എന്ന സൂതൻ ചെല്ലുന്നത്. ആ ഉഗ്രസ്രവസാകിയ സൂതനെ നമസ്കരിച്ച് ഉപചാരങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് യഥായോഗ്യം ശ്രേഷ്ഠമായ ഒരു ആസനത്തെ നൽകി അവിടെ ഇരുന്ന് ആ അനുഗ്രഹാശസ്സുകൾ അന്യോന്യം പറഞ്ഞതിന് ശേഷം ശൗനകാദികൾ സൂതനോട് ചോദിക്കുകയാണ്, ധന്യന്മ പുണ്യവാനായ ഭവാൻ വന്നതു നന്നായി വന്നു. ഋഷീശ്വര, എല്ലാവിധത്തിലുള്ള അറിവുകളെ കൊണ്ട് ശ്രേഷ്ഠനായ അങ്ങ് ഞങ്ങൾ ചെയ്യുന്ന ഈ യാഗവേളയിൽ ഇവിടെ എത്തിച്ചേർന്നതിനാൽ ഞങ്ങള് കൃതാർത്ഥരായിരിക്കുന്നു. എല്ലാം അറിയാവുന്ന അങ്ങയെ കാണുന്നത് ഞങ്ങളുടെ മനസ്സിലുള്ള അജ്ഞാനത്തെ നീക്കിക്കളയുവാൻ കാരണമാകും. അങ്ങ് ഋഷീശ്വരൻ മഹാത്മാവാണ്, വേദവ്യാസന്റെ ശിഷ്യനുമാണ്. വേദവ്യാസന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി കൂടിയാണ് സൂതൻ. എപ്രകാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പഠന വിഷയത്തിൽ ശിഷ്യനുള്ള താല്പര്യം, വാസന പഠന വിഷയത്തിൽ, പിന്നെ ഗുരുവിന്റെ ശുശ്രൂഷകളിലുള്ള ആ ശ്രദ്ധ, ഇതൊക്കെയും കൊണ്ട് വേദവ്യാസന് സൂതനെ വളരെ താല്പര്യമായിരുന്നു. അതുകൊണ്ട് വിശിഷ്ടങ്ങളായ അറിവുകളെയൊക്കെ ഉൾക്കൊള്ളാനുള്ള യോഗ്യത ശിഷ്യനുള്ളത് കൊണ്ട് അതിന് തക്ക പാത്രമാണെന്നറിഞ്ഞ് ആ ഋഷീശ്വരൻ തന്നിലുള്ള എല്ലാ അറിവുകളും പ്രദാനം ചെയ്ത ജീവനാണ് സൂതൻ എന്ന് പറയുന്നത്. വേദവ്യാസ ഭഗവാന്റെ ആശ്രമത്തിൽ ധാരാളം ഋഷീശ്വരന്മാർ വരും. അവിടെ ധാരാളം ചർച്ചകൾ നടക്കും. അതൊക്കെ കേൾക്കുന്നതിൽ കൂടിയുള്ള അറിവ്, ഭഗവാൻ വേദവ്യാസൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ അറിവ്, എല്ലാ ശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള അഗാധമായ പാണ്ഡിത്യവും ഒക്കെയുള്ള വ്യക്തിയാണ്, ജീവനാണ് സൂതൻ എന്ന് പറയുന്ന ഈ ഉഗ്രസ്രവസ്. ഗുരുവിന്റെ ഒരു ലക്ഷണം കൂടിയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉള്ള അറിവ്. അപ്രകാരം ആ അറിവുള്ള ഒരു വ്യക്തിയെയാണ് ആചാര്യനായിട്ട് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത്. അപ്രകാരം എല്ലാവിധ അറിവുകളോടും നേടിയ
ആ ഉഗ്രസ്രവസ് എന്ന സൂതനെ കണ്ട് ശൗനകാദികൾ അദ്ദേഹത്തോട് പറയുകയാണ്, നിർമ്മലനായ ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, നിർമ്മലനായ ഭവാനൊക്കവേ പാഠമല്ലോ. വേദാന്ത പൊരുളറിഞ്ഞീടിന മുനികളോ, വേദാന്ത വിത്ത വേദവ്യാസനും മുന്നം സാദരമരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹവും. സ്നേഹമെത്രയും പരമുള്ള ശിഷ്യന് ഗുഹ്യമായതുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസി നിന്നെ പാരം ചേതസി നിന്നെ സ്നേഹം വേദവ്യാസനുപാരം വാസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷസാധനമെന്തോന്ന് ആയതു തവമതി നിശ്ചയോ പരകെടോ. അല്ലയോ ശ്രേഷ്ഠനായിരിക്കുന്ന ഉഗ്രസ്രവസേ, മോക്ഷത്തിനായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും, മോക്ഷത്തെ ലഭിക്കാനായി ശ്രേഷ്ഠമായുള്ളതെന്ത്, മോക്ഷം ലഭിക്കാനായുള്ള വസ്തുക്കൾ, വിഷയങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അങ്ങയുടെ അങ്ങയുടെ മനസ്സിൽ, അങ്ങയുടെ ബുദ്ധിയിൽ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഞങ്ങളാണെങ്കിലോ ഈ കലിയുഗത്തിങ്കൽ മാനുഷ പരിഷകൾ ദുഃഖിതന്മാരായുള്ളൂ. നിത്യോപദ്രവങ്ങളാൽ അല്പായസുകളുമായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂനോ. ഞങ്ങള് കലിയുഗത്തിൻ്റെ പ്രഭാവം ഏൽക്കാതെ ഇരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. കലിയുഗത്തിൻ്റെ പ്രഭാവം മൂലം ഇന്ന് എല്ലാവരും ദുഃഖിതരാണ് നിത്യോപദ്രവങ്ങളാൽ. നിത്യോപദ്രവം എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്നല്ല, തൻ്റെ തന്നെ മനസ്സ് കലുഷിതമായതുകൊണ്ട്, താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വ്യക്തമായ ദൃഢമായ സങ്കല്പമില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും ദുഃഖമായി തന്നെ ഭവിക്കുന്നു. അതൊക്കെ തന്നെയും തനിക്ക് ഉപദ്രവമായി തീരുന്നു. അങ്ങനെയുള്ള കലുഷിതമായ കലിയുടെ പ്രവർത്തനം കൊണ്ട് കലുഷിതമായ ചിത്തത്തോടു കൂടിയവര് എന്നും നിത്യവും ദുഃഖിതന്മാരായിട്ടുള്ളൂ. അല്പായസുകളുമാം മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ഭ്രഷ്ടായതുകൊണ്ട് ആയുസ്സിനും കമ്മിയുണ്ടായി. അങ്ങനെ അല്പായസുകളുമായി അല്പബുദ്ധികളുമായി, അല്പം ബുദ്ധിയേ ഉള്ളൂ. ബുദ്ധി ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള സദ്ബുദ്ധിയല്ല ഉള്ളത്, ദുർബുദ്ധി തന്നെയാണ്. അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ ന്യൂനം. അല്പഭാഗ്യന്മാര് എന്തുകൊണ്ടാണ്? മനസ്സ്, തൻ്റെ സങ്കല്പം, തൻ്റെ ചിന്ത, തൻ്റെ ബുദ്ധി ഇത് ശരിയായ മാർഗത്തിലല്ലാത്തതുകൊണ്ട്, കലിയുടെ കാമക്രോധ വികാരങ്ങളുടെ വേലിയേറ്റം കൊണ്ട് തൻ്റെ ചിന്തകൾ, മനസ്സ് കലുഷിതമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭാഗ്യമല്ല, ഭാഗ്യദോഷമാണ് ഉണ്ടാകുക. അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂനം. കേൾക്കേണ്ടത് അസംഖ്യമായുണ്ടവയെല്ലാം ഇപ്പോൾ ആഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്നു വന്നുകൂടും. ബാക്കി നാളെ. സദ്ഗുരുഭ്യോ